ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളുടെ ആരാധനാപാത്രമായ ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഓപ്പൺഹൈമർ എന്ന സിനിമയിൽ ആളുകളെ ഞെട്ടിച്ച ഒരു സീനുണ്ട്. ആറ്റം ബോംബിന്റെ പിതാവെന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായ റോബർട്ട് ജെ ഓപ്പൺഹൈമർ പൊട്ടാസ്യം സയനൈഡുള്ള ആപ്പിൾ തന്റെ അധ്യാപകന് കൊടുത്ത് കൊല്ലാൻ നോക്കുന്നതായിരുന്നു ആ സീൻ. കേംബ്രിഡ്ജിലെ പഠനകാലത്ത് തനിക്ക് ഇഷ്ടമില്ലാത്ത പാട്രിക് ബ്ലാക്കറ്റ് എന്ന അധ്യാപകനെ കൊല്ലാൻ നോക്കുന്നതായിരുന്നു ആ സീൻ. ഓപ്പൺഹൈമർ കേംബ്രിഡ്ജിൽ യഥാർത്ഥത്തിൽ പഠിച്ചിട്ടുണ്ട്. ഓപ്പൺഹൈമറിനെ പറ്റി പിൽക്കാലത്ത് എഴുതിയ ജീവചരിത്രമായ അമേരിക്കൻ പ്രോമിത്യൂസിൽ ഈ സംഭവം എഴുതി ചേർത്തിട്ടുണ്ട്. ഈ സീൻ സിനിമയിൽ ഉപയോഗിക്കാൻ നോളന് പ്രചോദനമായത് ഈ ജീവചരിത്രമാണ്. ഓപ്പൺഹൈമറുടെ ഒരു സുഹൃത്ത് പറഞ്ഞെന്ന രീതിയിലാണ് ഈ പരാമർശം വന്നത്. സംഭവം വിവാദമായെന്നും ഓപ്പൺഹൈമറുടെ പ്രബലനായ പിതാവ് ഇത് ഒതുക്കി തീർത്തെന്നുമായിരുന്നു പരാമർശം. എന്നാൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ലെന്ന് ഓപ്പൺഹൈമറുടെ പേരമകനായ ചാൾസ് പിന്നീട് പറഞ്ഞിരുന്നു. ശാസ്ത്രജ്ഞന്മാരിൽ ഒരു സെലിബ്രിറ്റി ആയിരുന്ന ഓപ്പൺഹൈമറിന്റെ ജീവിതവും പ്രവർത്തനവും വലിയ ശ്രദ്ധ അക്കാലത്തും പിൽക്കാലത്തും നേടിയിരുന്നു. യുഎസിലെ ന്യൂയോർക്ക് നഗരത്തിൽ ജൂത കുടിയേറ്റ ദമ്പതികളുടെ മകനായി 1904 ഏപ്രിൽ 22 ഓപ്പൺഹൈമർ ജനിച്ചത്. ഹാർവർഡ് സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയ ശേഷം അദ്ദേഹം പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് കപ്പൽ കയറുകയും കേംബ്രിഡ്ജ് സർവകലാശാലയിലെ കാവൻഡിഷ് സർവകലാശാലയിൽ ഗവേഷണത്തിൽ ഏർപ്പെടുകയും ചെയ്തു. 1925 കാലമായിരുന്നു അത്. ആണവശാസ്ത്ര ഗവേഷണം വികസിച്ചു വരുന്ന കാലം. 1939 നാസി ജർമ്മനി തങ്ങളുടെ കുപ്രസിദ്ധമായ പോളണ്ട് അധിനിവേശം നടത്തി. ഇതേ കാലയളവിലാണ് ഓപ്പൺഹൈമർ ആറ്റം ബോംബ് നിർമ്മിക്കുവാനുള്ള US പദ്ധതിയായ മൻഹാറ്റൻ പ്രോജക്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. 1942 മൻഹാറ്റൻ പ്രോജക്റ്റിന്റെ ശാസ്ത്ര വിഭാഗത്തെ അദ്ദേഹം നയിച്ചു. ഓപ്പൺഹൈമറുടെ ശക്തമായ നേതൃത്വശേഷിയും ശാസ്ത്രപരിജ്ഞാനവുമാണ് $200 കോടി ചിലവ് വരുന്ന അണുബോംബിന്റെ യഥാർത്ഥവൽക്കരണത്തിന് ഇടയാക്കിയത്. എന്നാൽ അണുബോംബിന്റെ മാരകമായ പ്രഹരശേഷിയും അതുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളും ഓപ്പൺഹൈമറെ ഉലച്ചു കളഞ്ഞു. ആണവ ആയുധ പദ്ധതികളും ഇനിയും വികസിപ്പിക്കരുതെന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.